ബീഹാറിൽ മഹാസഖ്യത്തെ പിളർത്തി സർക്കാർ രൂപീകരിക്കാൻ ഊർജ്ജിത നീക്കവുമായി BJP. ഇന്നും നാളെയും ചേരുന്ന BJPയുടെ എക്സിക്യൂട്ടീവ് യോഗം നിർണായക പദ്ധതികൾ ആസൂത്രണം ചെയ്യും. നാളെ രാജ്യപ്രഖ്യാപനം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ നിതീഷ് കുമാർ നാളത്തെ മുഴുവൻ പരിപാടികളും റദ്ദാക്കി. ഇന്ന് JDUവിന്റെ നിയമസഭാ കക്ഷി യോഗം ചേരും. നിതീഷ് കുമാർ സഖ്യം ഉപേക്ഷിച്ചാലും ഭൂരിപക്ഷം തികയ്ക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് RJD. സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി RJDയും ഇന്ന് യോഗം ചേരുന്നുണ്ട്. നിതീഷ് കുമാറിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച് എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഇതിനിടെ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കുള്ള സർക്കാർ രൂപീകരണം വേണ്ട എന്ന നിലപാടിലാണ് BJPയിലെ ഒരു വിഭാഗം. കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായും ചിരാഗ് പാസ്വാനും എതിർപ്പറയിച്ചു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, അങ്ങനെ തിരക്കിട്ട കൂടിയാലോചനകളിലേക്ക് പാർട്ടികളെല്ലാം പോകുന്നു. നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം ബീഹാറിൽ? ബൽറാം. ഉന്മേഷ്, നിലവിലെ സാഹചര്യത്തിൽ ബീഹാർ രാഷ്ട്രീയത്തിൽ അനിശ്ചിതാവസ്ഥ തുടരുന്നു എന്നുള്ളതാണ്. വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി സംസ്ഥാനത്ത് ഉടലെടുത്തിരിക്കുന്നു. NDAയിലേക്ക് പോകാൻ നിതീഷിന് താല്പര്യമുണ്ട്. നിതീഷിനെ കൊണ്ടുവരാൻ BJP ദേശീയ നേതൃത്വത്തിനും താല്പര്യമുണ്ട്. എന്നാൽ ഇക്കാര്യത്തിലുള്ള ഉപാധികൾ സംബന്ധിച്ച് ഇപ്പോഴും ഒരു അന്തിമ ധാരണയിലേക്ക് എത്താൻ ഇരു വിഭാഗത്തിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം നിതീഷ് കുമാറിന് തിരിച്ചെത്തുന്നതിൽ ബീഹാർ BJPയിലെ വലിയൊരു വിഭാഗത്തിന് താല്പര്യമില്ല. ഒപ്പം തന്നെ സഖ്യകക്ഷികൾ ചിലർക്ക്, ചിരാഗ് പാസ്വാൻ അടക്കമുള്ളവർക്ക്, ചിരാഗ് നേരത്തെ തന്നെ നിതീഷ് കുമാറിന്റെ കടുത്ത വിമർശകനാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടി രൂപീകരിച്ച് നിതീഷിനെതിരെ മത്സരിച്ച നേതാവാണ്. ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി നിതീഷ് തിരിച്ചെത്തുന്നതിൽ ഒരു തടസ്സമായി നിൽക്കുന്നുണ്ട്. ഒപ്പം BJP ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ചത് നിതീഷ് കുമാറിന് NDA കൺവീനർ സ്ഥാനം നൽകി സംസ്ഥാനത്തു നിന്നും മാറ്റി നിർത്തുകയും BJP മുഖ്യമന്ത്രി ബീഹാറിലെത്തുക എന്നുള്ളതായിരുന്നു. എന്നാൽ അത് അംഗീകരിക്കാൻ നിതീഷ് തയ്യാറായിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ രണ്ട് BJP ഉപമുഖ്യമന്ത്രിമാരും നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രി എന്ന തരത്തിലേക്ക് ചർച്ചകൾ പോയി എങ്കിൽ പോലും BJPയിലെ വലിയൊരു വിഭാഗത്തിന് അത് പൂർണ്ണമായും സമ്മതമല്ലാത്ത സാഹചര്യമുണ്ട്. ഒപ്പം തന്നെയാണ് ഇതിന് എതിരായി RJD നടത്തുന്ന നീക്കങ്ങളും ഏറെ നിർണായകമാണ്. നേരത്തെ തന്നെ നിതീഷ് കുമാറിനെ മാറ്റി JDUവിലെ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് തേജസ് യാദവ് മുഖ്യമന്ത്രിയാകാനുള്ള നീക്കങ്ങൾ ലാലു പ്രസാദ് യാദവിന്റെ നേതൃത്വത്തിൽ നടന്നതായുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് JDUവിലെ നേതൃമാറ്റം ഉണ്ടായത്. ആ ഒരു ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. 13 JDU MLAമാരുമായി ഇപ്പോഴും സമ്പർക്കത്തിലുണ്ട് എന്നാണ് RJD അവകാശപ്പെടുന്നത്. അതേസമയം അങ്ങനെയെങ്കിൽ സർക്കാർ അനായാസം രൂപീകരിക്കാൻ RJDക്ക് കഴിയും. കാരണം നിലവിൽ 8 സീറ്റുകളുടെ കുറവ് മാത്രമാണ് കേവല ഭൂരിപക്ഷത്തിന് RJDക്ക് ഉള്ളത്, അല്ലെങ്കിൽ മഹാസഖ്യത്തിന് ഉള്ളത്. എന്നാൽ അപ്പോഴും പ്രതിസന്ധി നിലനിൽക്കുന്നത് കോൺഗ്രസിലെ നിരവധി MLAമാർ ഇപ്പോഴും BJPയുമായി സമ്പർക്കത്തിലുണ്ട് എന്നുള്ളതാണ്. 10 MLAമാരുമായി സമ്പർക്കത്തിലുണ്ടെന്ന് BJP അവകാശപ്പെടുന്നു. 2 കോൺഗ്രസ് MLAമാരുമായി ബന്ധമുണ്ട് എന്ന് JDU അവകാശപ്പെടുന്നുണ്ട്. RJDക്കൊപ്പം 2 പേർ ഉറച്ചു നിൽക്കുന്നുണ്ട്. 2 പേരുടെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ എന്നാൽ അവർ ആരെ പിന്തുണയ്ക്കുന്നു എന്ന കാര്യത്തിലുള്ളൊരു തർക്കം നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ കോൺഗ്രസ് ആഭ്യന്തര പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കോൺഗ്രസ് MLAമാരെ പലരെയും ഫോണിൽ വിളിച്ചാൽ പോലും ലഭിക്കുന്നില്ല എന്നൊരു സാഹചര്യവും നിലവിലുണ്ട്. ഇത് കൂടിയാലോചനകൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇന്ന് നടക്കുകയാണ്. ഇന്ന് പൂർണ്ണയിൽ കോൺഗ്രസിന്റെ നേതൃയോഗം ചേരുന്നുണ്ട്. RJD യോഗം റാബ്രി ദേവിയുടെ വസതിയിൽ ചേരുന്നു. ഒപ്പം JDUവിന്റെ നിയമസഭാ കക്ഷി യോഗം ഇന്ന് നിതീഷ് കുമാർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. BJP MPമാരെയും MLAമാരെയും ഇന്ന് പട്നയിൽ യോഗം ചേരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദേശീയ നേതൃത്വം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന അധ്യക്ഷൻ സാമ്രാജ് ചൌധരിയും ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള നേതാക്കൾ ഉൾപ്പെടെ BJP ദേശീയ ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ സംസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇന്ന് നിതീഷ് കുമാർ വിളിച്ചു ചേർത്ത JDU നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം നിർണായക തീരുമാനം ഉണ്ടായേക്കുമെന്നുള്ളതാണ്. തനിക്കൊപ്പമുള്ള, അല്ലെങ്കിൽ JDUവിന്റെ 45 MLAമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ഉറച്ചു നിൽക്കുകയുമാണ് തനിക്കൊപ്പം എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ നിതീഷ് രാജി ഇന്ന് തന്നെ സമർപ്പിച്ചേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഈ യോഗങ്ങൾ പൂർത്തിയാകുന്നതുവരെയും ബീഹാർ രാഷ്ട്രീയത്തിൽ അനിശ്ചിതാവസ്ഥ തുടരുകയാണ്. ഉന്മേഷ്, ബൽറാം, ഈ കണക്ക് എങ്ങനെ തികയ്ക്കും എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ബൽറാം സൂചിപ്പിച്ച പോലെ തന്നെ ഈ നിതീഷ് കുമാർ വിട്ടുപോയാലും RJDക്ക് ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ വേണ്ട ഒരു സംഖ്യയുണ്ട്. ഈ JDU MLAമാരുമായി സമ്പർക്കത്തിലാണ് എന്ന് പറയുമ്പോൾ കൂടിയും അതെങ്ങനെ തികയ്ക്കും എന്നുള്ള ചോദ്യമുണ്ട്. മറുഭാഗത്താകട്ടെ ഈ BJP JDU ആ നിലയ്ക്കൊരു സഖ്യം വന്നാൽ അവർക്ക് കേവല ഭൂരിപക്ഷം
ബൽറാമിലേക്ക് എത്താം. ബൽറാം ഒന്ന് തുടരുക. ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നമ്മുടെയൊപ്പം ടെലിഫോൺ ചെയ്യുന്നുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, ഈ ബീഹാറിലെ നിതീഷിന്റെ നീക്കങ്ങൾ അത് മഹാസഖ്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നതാണ്. നിതീഷ് NDAയിലേക്ക് പോകും എന്ന് ഉറപ്പിക്കുന്നുണ്ടോ കോൺഗ്രസ്? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. ഒരിക്കലും ഞങ്ങൾ അങ്ങനെ കരുതുന്നില്ല. കാരണം ഈ നരേന്ദ്രമോദിയുടെ സർക്കാരിനെ താഴെ ഇറക്കാൻ ഒരു വിശാലമായ ജനാധിപത്യ മതനിരപേക്ഷ പാർട്ടികളുടെ ഐക്യം ഉണ്ടാകണമെന്ന് ആദ്യം വാദിച്ച ആളാണ് നിതീഷ് കുമാർ. അദ്ദേഹം BJPയുമായി നേരത്തെ സഹകരിച്ച് ആ സഹകരണം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും വളരെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് കണ്ടിട്ടാണ് BJP മുന്നണി വിട്ടതും ഈ നരേന്ദ്രമോദിയെ 2024 താഴെ ഇറക്കുക എന്ന ഏക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹം കടന്നു വന്നത്. അപ്പൊ സ്വാഭാവികമായി ഇനി വീണ്ടും പഴയ ശ്രമണത്തിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോയാൽ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാകുന്ന അപജയവും വിശ്വാസ്യത തകർച്ചയും ഒക്കെ വളരെ ഗുരുതരമായിരിക്കും. അതുകൊണ്ട് നിസ്സാരപ്പെട്ട പ്രശ്നങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ പോലെ നേതാവ് വീണ്ടും BJPയിലേക്ക് മടങ്ങിപ്പോയി അവരുമായി ഒരു സഖ്യത്തിൽ ചേരുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് എല്ലാവർക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണമെന്ന് വിചാരിച്ചാൽ ഒരു പ്രധാനമന്ത്രിയല്ല ആകൂ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ലക്ഷ്യം പ്രധാനമന്ത്രി സ്ഥാനമല്ല. RSS സംഘപരിവാർ ശക്തികൾ ഉയർത്തുന്ന ഹിന്ദുരാഷ്ട്രവാദത്തെ തകർത്ത് മതേതരത്വം അനസ്യൂതം അപങ്കുരം നിലനിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതിന് പ്രധാനമന്ത്രി കസേര ത്യജിക്കുക എന്നുള്ളത് ഞങ്ങൾക്കൊരു വിഷയമല്ല, ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അതുകൊണ്ട് പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് എല്ലാവരെയും ഒരുമിച്ച് നിർത്തി 2024 തെരഞ്ഞെടുപ്പ് നേരിടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, ഇപ്പോൾ ഈ സോണിയാഗാന്ധി അടക്കം വിളിച്ചിട്ടും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും നിതീഷ് കുമാറിനെ കിട്ടുന്നില്ല, അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല, അദ്ദേഹം തിരക്കിലാണ് എന്നുള്ള മറുപടി ലഭിക്കുന്നു എന്നിങ്ങനെ നിരവധി റിപ്പോർട്ടുകൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് വരുന്നുണ്ട്. അതായത് അത്തരത്തിൽ ഈ ഐക്യം നിലനിർത്താൻ ഊർജിതമായ ശ്രമം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോഴും അതിനോട് അനുകൂലമായി പ്രതികരിക്കുന്നില്ല നിതീഷ് എന്ന് വേണ്ടേ കരുതാൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി? ഇത് പലതരം പ്രത്യയശാസ്ത്രങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു സംഭവവികാസമാണല്ലോ. ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒരുമിച്ച് ചേരുന്നത്. അപ്പൊ എല്ലാവരും പരസ്പരം സഹകരിക്കാനും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാകണം. ആകെ ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒന്നിലധികം ആളുകൾ ആഗ്രഹിക്കുമ്പോൾ ഓരോരുത്തരും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണം. അതുകൊണ്ട് പ്രധാനമന്ത്രി ആദ്യമല്ലല്ലോ തീരുമാനിക്കുന്നത്, അവസാനമല്ലേ. ആദ്യം ഒരു പ്രധാനമന്ത്രിയെ കിട്ടാനുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കുക, അതിനൊരുമിച്ച് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞിട്ടാണ് ആരാണ് അടുത്ത പ്രധാനമന്ത്രി ആകണമെന്നുള്ള ചിന്ത വരുന്നുള്ളൂ. അതുകൊണ്ട് മുളയിലെ ഈ മൂവ്മെന്റിനെ നുള്ളിക്കളയുന്ന ഒരു പ്രവണത നിതീഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ഒരു സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്രം പ്രയോഗിച്ച് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ശ്രമമായിരിക്കാം അദ്ദേഹം നടത്തുന്നത്. അതിന്റെ അർത്ഥം അദ്ദേഹം BJPയിലേക്കാണ് എന്നല്ല. പക്ഷേ അത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നു, വാർത്തകൾ വരുന്നു. ഇപ്പോൾ BJP നേതൃത്വം അദ്ദേഹത്തെ ബന്ധപ്പെടുന്നു. ഇന്ന് അവരുടെ നിയമസഭാ യോഗമുണ്ട്. നാളെ ഒരുപക്ഷെ രാജി, ഇങ്ങനെ നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, ഈ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള ഒരു മോഹഭംഗം അദ്ദേഹത്തെ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നയിച്ചു എന്നാണോ കോൺഗ്രസിന്റെ നിലപാട്? താങ്കൾ തന്നെ ഈ വാർത്തയിൽ ഇപ്പൊ പറഞ്ഞത് അഭ്യൂഹം എന്നാണ്. അഭ്യൂഹമായി തന്നെ തുടരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അഭ്യൂഹത്തിനൊരു സ്ഥിരീകരണം ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോ മതേതര രാഷ്ട്രമായി ഇന്ത്യ ഒരു മത രാഷ്ട്രമായി മാറുന്നതിനുള്ള നീക്കങ്ങളാണ് ഇപ്പൊ നടത്തുന്നത്. അത് അപകടകരമായ ഒരു പ്രവണതയാണ്. ഈ നിതീഷ് കുമാർ അദ്ദേഹം ഒരു ജനാധിപത്യ വിശ്വാസിയാണ്, മതേതരവാദിയാണ്, സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ഒരാളാണ്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ കാലുമാറൽ ചരിത്രം അതും അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ട് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. തീർച്ചയായിട്ടും ആയാറാം ഗയാറാം എന്നുള്ള ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. അതിൽ അദ്ദേഹവും ഒരു കക്ഷിയാണെന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ കാലാവസ്ഥ മനസ്സിലാക്കി അതിനനുസരിച്ച് നിൽക്കുന്നതല്ലേ അദ്ദേഹത്തിനും ഗുണകരമായി ഭവിക്കുക. അപ്പൊ ഒരു ജനവികാരം ഇന്നത്തെ ഈ മതേതരത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിക്കെതിരായി തിരിയുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തത്. പക്ഷെ ഇപ്പോ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ അദ്ദേഹം ഒന്ന് മാറി നിൽക്കുന്ന ആ പ്രവണത ഒരിക്കലും ശരിയല്ല, നന്നല്ല. അദ്ദേഹം കൂടി മുഖ്യധാരയിൽ വരുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്.
ശരി, നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പ്രതികരണം അറിയിച്ചതിന്. ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട്. ബൽറാം, അപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറയുകയായിരുന്നു ഇപ്പോഴും നിതീഷ് കുമാർ വിട്ടുപോകും എന്ന് കോൺഗ്രസ് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. പക്ഷേ ബീഹാറിൽ നിന്ന് വരുന്ന ഒടുവിലത്തെ വിവരങ്ങളും അങ്ങനെ ആശ്വാസത്തിന് വക നൽകുന്നുണ്ടോ ബൽറാം? ഉന്മേഷ്, ഈ കോൺഗ്രസ് അടക്കമുള്ള പല പാർട്ടികളും ഇപ്പോഴും നിതീഷ് കുമാറിനെ പിടിച്ചു നിർത്താൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അതിനായുള്ള അവസാനഘട്ട ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. നിരവധി നേതാക്കൾ, കോൺഗ്രസ് നേതാക്കളും ഒപ്പം തന്നെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും അടക്കമുള്ളവർ നിതീഷ് കുമാറിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ലാലു പ്രസാദ് യാദവ് 5 തവണ നിതീഷിനെ ഫോണിൽ വിളിക്കുന്നതിനായി ശ്രമിച്ചിരുന്നു. എന്നാൽ നിതീഷ് ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല. ഈ പ്രതിസന്ധിയുണ്ടായ 2 ദിവസം മുമ്പ് ഇത്തരത്തിൽ NDAയുമായി ചർച്ചകൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വന്ന ഘട്ടത്തിൽ ലാലുവുമായി സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ഒരു സംഭാഷണമാണ് നിതീഷ് നടത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതാകട്ടെ നിഷേധാത്മകമായ സമീപനമായിരുന്നു സ്വീകരിച്ചത് എന്നാണ്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്ന പശ്ചാത്തലത്തിൽ ലാലു പ്രസാദ് യാദവ് ഫോണിൽ നിതീഷ് കുമാറിനെ വിളിക്കുകയും മാധ്യമ റിപ്പോർട്ടുകൾ കണ്ടു, താങ്കൾ NDAയുമായി ചർച്ച നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്ന് ചോദിച്ചപ്പോൾ താൻ TV കാണാറില്ല എന്ന മറുപടി നൽകി നിതീഷ് കുമാർ ഫോൺ വിച്ഛേദിച്ചു എന്നാണ് ബീഹാറിൽ നിന്നും ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അത്തരത്തിൽ നിലവിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ മറ്റ് സഖ്യകക്ഷി നേതാക്കളുമായി സംസാരിക്കാൻ പോലും നിതീഷ് കൂട്ടാക്കുന്നില്ല. അദ്ദേഹം കടുത്ത അതൃപ്തി അദ്ദേഹത്തിന് ഉണ്ട്. NDAയുമായുള്ള ചർച്ചകൾ സജീവമായി പുരോഗമിക്കുന്നു. അതിൽ തടസ്സമായി നിൽക്കുന്നത് അദ്ദേഹത്തിനുള്ള പദവി അല്ലെങ്കിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ NDAയിലകത്തെ ചില ഘടകകക്ഷികൾക്കും സംസ്ഥാനത്തെ ചില BJP നേതാക്കൾക്കുമുള്ള അതൃപ്തി എന്നുള്ളതാണ്. ഒപ്പം തന്നെ JDUവിലെ ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കാനുള്ള RJDയുടെ നീക്കങ്ങളുമാണ് അദ്ദേഹത്തിന്റെ തടസ്സം. ഇതൊന്നുമില്ല എന്ന് ഉറപ്പാക്കിയാൽ അദ്ദേഹം NDAയിലേക്ക് തിരിച്ചെത്തും. രാജി ഇന്ന് വൈകിട്ടോടെ തന്നെ ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ. ഉന്മേഷ്, ശരി, അത്തരം സൂചനകൾ ലഭ്യമാകുന്നു. ബീഹാറിൽ എന്തു നടക്കും എന്നുള്ളത് ഇനിയുള്ള മണിക്കൂറുകളിൽ വ്യക്തമാകും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.